സാറെന്താ ഇവിടെ? സാർ ഇൻസ്പെക്ഷന് വരുമ്പോ ആവശ്യമില്ലാത്തവർ ഇവിടെ നിൽക്കാൻ പാടില്ല എന്നറിഞ്ഞൂടെ? മഞ്ഞളും പൂശിവാ വന്നിതാ നിന്റെ മച്ചാൻ, വില്ല് വെച്ചൊരു വണ്ടിക്ക് സ്വന്തക്കാരൻ താൻ. സ്വർഗായികേ ഇതിലേ ഇതിലേ സ്വപ്നലോലുപേ ഇതിലേ ഇതിലേ. മമ്മൂട്ടി, മോഹൻലാൽ, ജഗദീഷ്, ഭീമൻ രഘു, അച്യുതാനന്ദൻ, ജയൻ. ചേച്ചി എനിക്കൊരു ചെറിയ ആഗ്രഹമുണ്ട്. ആരും അറിയണ്ട. ഇപ്പൊ സ്ഥിരമായിട്ട് ഞാനല്ലേ ചേച്ചിനെ ഇങ്ങോട്ടേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നത്. എന്റെ ഫാൻസിനൊരു ദുഃഖം പോലെ അത് കണ്ടിട്ടേ. അതായത് ചേച്ചി എന്നെ ഇൻവൈറ്റ് ചെയ്യുന്നവർക്കൊന്ന് കാണണമെന്ന് ഞാൻ പറഞ്ഞു നടക്കൂല. പക്ഷെ ചേച്ചി മനസ്സ് വെച്ചാൽ ഒന്നും നടക്കും. അതായത് ഒന്നുമില്ല, നമുക്ക് എല്ലാവർക്കും നമ്മുടെ പ്രിയപ്പെട്ട അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്നെ ഒന്ന് പുകഴ്ത്തിയിട്ട് മാണി അങ്ങനെ പറയുന്നത് ഞാൻ ഓടി വരും കേട്ടോ. പക്ഷെ മറക്കരുത് കേട്ടോ, കുറച്ച് പുകഴ്ത്തിക്കും മാക്സിമം. ഓക്കെ, അപ്പൊ ആക്ഷൻ അറിയണ്ട. Ready? Ready അല്ലേ പോലി? റെഡി. ഓക്കേ. ഇവിടെ ഭയങ്കര ചൂടാ, ഒന്ന് വേഗം വിളിക്കോ. ബാക്ക് സ്റ്റേജിൽ ഒന്നും ഇല്ല, അതാണ്. ഓക്കേ. ഈസ്റ്റേൺ കട്ട്റുമ്പ് കുർത്തക്കേട് അൺലിമിറ്റഡ്, powered by Sumix Kidswear and co-powered by Fruitomans. And ഇന്നത്തെ നമ്മുടെ ഒരു കിഡ്ലനായ ഒരു എപ്പിസോഡ് നമ്മൾ തുടങ്ങാൻ പോവാണ്. സോ ഞാൻ എൻ്റെ സീറ്റ് എടുക്കാൻ പോവാണ്. സോ നമ്മളുടെ കട്ട്റുമ്പുകൾ ഇങ്ങോട്ട് വരും. ആൻഡ് നമുക്ക് ഈ എപ്പിസോഡ് തുടങ്ങാം. ചേച്ചി വിളിച്ചോളൂ. നമ്മുടെ ഡബ് സ്മാഷ് തുടങ്ങാൻ പോവാണ്. സോ ചേച്ചി അയ്യോ, എന്നെ വിളിച്ചില്ല. എന്നെ വിളിച്ചിട്ടേ തുടങ്ങാവൂ. വിളിച്ചോളൂ. ഞാൻ റെഡിയാണ്. ചേച്ചി വിളിച്ചോളൂ. ചേച്ചി ബാഗ് അടിക്കാണ്ട് പിടി, ആൾക്കാർ എഴുന്നേറ്റ് ഓടും. ഈ ഷോ ഇഷ്ടമുള്ളതുകൊണ്ട് പറയാം. അതല്ലേ, വിളിച്ചോളൂ. അപ്പൊ എന്തായാലും I want my supporter Pearly Mani, the most beautiful gorgeous girl. Please welcome. വേണ്ടായിരുന്നു, ഇത്രയൊന്നും വേണ്ടായിരുന്നു. ഓക്കെ, താങ്ക് യു. തുടങ്ങിക്കോളൂ, ഷോ തുടങ്ങിക്കോളൂ. തുടങ്ങി. ഫസ്റ്റ് ഷോ തുടങ്ങുമ്പോ തന്നെ അടി വാങ്ങണ സീനായിരിക്കും മിക്കവാറും നിങ്ങൾ കാണാൻ പോകുന്നത്. ഞാൻ ഈ വഴി ഓടിക്കോളാം. കുട്ടി മാമ, ഞാൻ ഞെട്ടി മാമ. ചേച്ചി സച്ച് എ സ്വീറ്റ് ആർട്ട്. ആദ്യമായിട്ടാണ് എന്നെ ഒരാൾ ഇങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് ഇത്രയും വലിയൊരു ആക്ട്രസ്. ആൻഡ് ഐ എം ഫീലിംഗ് വെരി പ്രിവിലേജ്ഡ്. പ്രേക്ഷകർ റെഡിയാണ്, കുഞ്ഞുങ്ങൾ റെഡിയാണ്. സോ വൺസ് അഗൈൻ, ഈസ്റ്റേൺ കട്ട്റുമ്പ് കുർത്തക്കേട് അൺലിമിറ്റഡ്, പവർഡ് ബൈ സുമിക്സ് കിഡ്സ്വെയർ, co-powered by Fruitomans. എന്നെ കടിച്ചു. വാട്ട് ഈസ് ദിസ്? കുട്ടികളെ, ഒരിക്കലും നിങ്ങൾ അമ്മമാരെ കടിക്കരുത്. വേദന എന്താ ഞാൻ അറിഞ്ഞത്. അമ്മേ, ഞാൻ പോട്ടെ, ഇത് തീരില്ല കേട്ടോ. ഈസ്റ്റേൺ കട്ട്റുമ്പ് കുരുത്തക്കേട് അൺലിമിറ്റഡ്, പവർഡ് ബൈ സുമിക്സ് കിഡ്സ്വെയർ, co-powered by Fruitomans. ഇനി എന്താണ്? ഡബ് സ്മാഷ് അല്ലേ? ഈ ഡബ് സ്മാഷിൽ ഡാൻസും ഉണ്ട്. റിയലി, ട്രൂലി, ഡീപ്ലി. സിനിമയുടെ പേര് മേഘം. മേഘം. കോടി ജന്മങ്ങളായി നിന്നെ കാത്തു നിൽക്കുന്നു ഞാൻ, എന്റെ രാധേ നീ വരൂ, താനേ പൂക്കും വനമലരായി
കോടി ജന്മങ്ങളായി നിന്നെ കാത്തു നിൽക്കുന്നു ഞാൻ ഭാഗ്യവാനാണ്. എവിടെയാണ്, എപ്പോഴാണ്, എങ്ങനെയാണ് ഒറ്റക്കൊന്ന് കണ്ടുമുട്ടുക എന്ന് ആഗ്രഹിച്ച് ഞാൻ ഈ ഏരിയ മുഴുവൻ കറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്താ വേണ്ടതെന്ന് ഞാനല്ലേ ചോദിക്കേണ്ടത്? അമ്പിളി അമ്മ അവനെ പിടിച്ചു തരാൻ പറയൂ, ഞാൻ പിടിച്ചു തരാം. പാൽക്കടൽ കടഞ്ഞ് വെണ്ണ എടുത്തു തരാൻ പറയൂ, ഞാൻ എടുത്തു തരാം. വെണ്ണ നെയ്യൊക്കെ എന്റെ വീട്ടിൽ ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ റോക്കറ്റിന്റെ കാര്യം ഞാൻ അന്വേഷിച്ചു. അക്കാര്യത്തിൽ ചില ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളും ഒക്കെ ഉണ്ട്. ഒരു റഷ്യക്കാരി പെണ്ണ് പണ്ടൊരു റോക്കറ്റിൽ കയറിയിട്ടുണ്ട്. പിന്നെ കയറിയത് ഒരു പട്ടി. റോക്കറ്റ് നമുക്ക് വേണം. എന്തൊക്കെ ഇയാളീ പറയുന്നേ? മീനാക്ഷിയുടെ മറ്റേത് ആഗ്രഹത്തിനും ഈ ഷൺമുഖനെതിരെ നിൽക്കില്ല. എന്റെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു തരാനേ എനിക്ക് നിങ്ങളുടെ ആവശ്യമില്ല. അതിനൊക്കെ എനിക്ക് വേറെ ആളുകളുണ്ട്. ആര്? ഓരോ ചാറ്റ്. മാർഗഴിയേ മല്ലികയെ മന്ദാര പൂങ്കുരുവിയേ, മാർഗഴിയേ മല്ലികയെ മന്ദാര പൂങ്കുരുവിയേ, മഞ്ഞളും പൂശിവാ വന്നിതാ നിന്റെ മച്ചാൻ, വില്ല് വെച്ചൊരു വണ്ടിക്ക് സ്വന്തക്കാരൻ താൻ. മഞ്ഞളും പൂശിവാ വന്നിതാ നിന്റെ മച്ചാൻ, വില്ല് വെച്ചൊരു വണ്ടിക്ക് സ്വന്തക്കാരൻ താൻ. കണ്ണകിയോ നീയല്ലേ, കോവലനോ ഞാനല്ലേ. കണ്ണകിയോ നീയല്ലേ, കോവലനോ ഞാനല്ലേ. ചോളം കൊയ്യും കാലം വന്നാൽ മാട്ട് പൊങ്കൽ മാസം പോയാൽ കൂത്തുകുമ്മി നാഗസ്വരം നമുക്കൊരാനന്ദ കല്യാണം. നാമനായി മാറനായി വന്നിതാ എന്റെ മച്ചം, നിങ്ങൾ വെച്ചൊരു വണ്ടിക്ക് സ്വന്തക്കാരനാ. മഞ്ഞളും പൂശിവാ വന്നിതാ നിന്റെ മച്ചാൻ, വില്ല് വെച്ചൊരു വണ്ടിക്ക് സ്വന്തക്കാരൻ താൻ. മാറിപ്പോയിടാ. എന്തായിരുന്നു ആ ക്ലൈമാക്സ്? അതാണ് ഇതല്ലല്ലോ പടത്തിലുണ്ടായിരുന്ന ആൽഫി. എന്തായാലും ഒരു നല്ല കയ്യടി കൊടുക്കട്ടെ. വെരി ഗുഡ്, സൂപ്പർ. ആൽഫി, മേഘം സിനിമ കണ്ടിട്ടുണ്ടോ? കുറച്ച് കണ്ടിട്ടുണ്ടോ? മോന് ഫുൾ അവസാനം ചെയ്ത എന്താ പറയാ, ആ ഒരു എന്തോ ചെയ്തില്ലേ? എന്താ ചെയ്ത ലാസ്റ്റില്? ഡാൻസും പിന്നെ ഡയലോഗും. അവസാനം ഡാൻസ് ചെയ്തിട്ട് എന്താ ചെയ്ത്? കെട്ടിപ്പിടിച്ച് പിന്നെന്താ ചെയ്ത്? ഉമ്മ കൊടുക്കുന്നു. അതിനെന്താ? അതല്ലല്ലോ കഥയിലുണ്ടായിരുന്ന. കഥ മാറ്റി പേർലി. അല്ല, ഇവരിത് ലേറ്റസ്റ്റ് വേർഷൻ ആണ്. ഓ, ലേറ്റസ്റ്റ് വേർഷൻ മേഘം. പക്ഷെ എന്താ പറയാ പേർലി, ഇന്നത്തെ എന്താ സംതിങ് ആക്ച്വലി ഹാപ്പി ബർത്ത്ഡേ വിഷ് ഉണ്ടായിരുന്നു. ഇന്ന് ആൽഫിന്റെ ബർത്ത്ഡേ ആണ്. ആൽഫി, നിന്റെ ബർത്ത്ഡേ ആണോ? How old are you, Monu? 6 years old. Wow, you're a big boy. 6 ആയി ഉറപ്പാണ്? ഉറപ്പാ. അപ്പൊ ഇതിനു മുമ്പ് വരെ എത്രയായിരുന്നു നിനക്ക്? 5. അപ്പൊ കറക്റ്റ് ആണ്. അതെയോ? അപ്പൊ നമുക്ക് ഇനി ഞാൻ ഒന്ന് പറയുന്ന കേക്ക്. അല്ല, കേക്ക് എന്നല്ല, നമുക്ക് കേക്ക് വേണ്ടേ? കേക്ക് വേണം. എനിക്ക് താ കേക്ക് താ. ആൽഫിയുടെ അച്ഛൻ എവിടെ? അച്ഛാ, കേറി വരൂ. Can I come? Yes, you should also come. We sing happy birthday to you, and may all your dreams come true. Happy, happy birthday. This is your birthday song. Celebration all night long. May all your dreams come true. We sing all together. Happy birthday to you. Happy birthday celebration. Party night, we feel the vibration. Lights are bright, we're feeling alright. We're dancing till the morning light. Happy birthday celebration. Everybody get the temptation. Once again, this is your night, and everyone feels right. Happy birthday to you, and may all your dreams come true. We sing happy birthday to you, and may all your dreams come true. Eastern Katturumba Kurthakeda Unlimited, powered by Sumix Kidswear, co-powered by Fruitomancer, Innocent Datanum.
ലാലേട്ടനും ഒന്നിച്ചു വരാൻ പോവുകയാണ്. എത്രയോ പടങ്ങൾ അവർ ചെയ്തിട്ടുണ്ടല്ലോ. പക്ഷെ ഏറ്റവും കൂടുതൽ നമുക്ക് ഇങ്ങനെ ഓർത്തിരിക്കാൻ പറ്റുന്ന ഒരു സിനിമയുണ്ട്, കുറെ ചെയ്തിട്ടുണ്ട്. ലാലേട്ടന്റെ ചേട്ടന്റെ റോള് ചെയ്യുന്ന ഒരു സിനിമയുണ്ട്. ഏതാന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ? ഇപ്പൊ പ്രേക്ഷകർ ഗസ് ചെയ്ത് കഴിഞ്ഞു. ലാലേട്ടന്റെ ചേട്ടന്റെ റോള് ചെയ്ത സിനിമ ഇന്നസെന്റ്. അതെയോ? വേറൊരു ക്ലൂ തരാം. തല ഇപ്പൊ പൊട്ടിത്തെറിക്കും. മിഥുനം. മിഥുനം, കറക്റ്റ്. ആ സിനിമയിലെ ഒരു ബ്യൂട്ടിഫുൾ സീനായിട്ട് വരുന്നു നമ്മുടെ കുട്ടി കട്ടുറുമ്പന്മാര്. സർ, വലത്ത് കാല് വെച്ച് അകത്തെ കയറണം. എന്റെ കമ്പനി വരുന്ന ആദ്യത്തെ മഹാനായ മനുഷ്യനാണ് സാർ. എന്റെ ഐശ്വര്യങ്ങളെല്ലാം സാറിന്റെ പ്രാർത്ഥന പോലെ ഇരിക്കും. താൻ ആ ഫയലിൽ നിന്ന് ഇയാൾ അപ്ലിക്കേഷൻ ഫോം എടുത്തേ. ബിരിയാണിയും ചോറും ഒക്കെ വാങ്ങിച്ചാ? ഓ, വാങ്ങിച്ചു. കുപ്പി വാങ്ങിച്ച? കുപ്പി പക്ഷേ എന്താ? പക്ഷേ എല്ലാം മുതലാളിയുടെ ചേട്ടനെടുത്ത് വിഴുങ്ങി. ചേട്ടനാ? ഇവിടെ അകത്തുണ്ട്. അതെന്ത് ചെയ്യുന്നു? അകത്ത് ചുവരിലൊക്കെ ആഞ്ഞടിച്ച് എന്തൊക്കെയോ പുളിച്ച തെറികളൊക്കെ വിളിച്ച് പറയാണ്. എന്റെ അമ്മയെ കൈയും കാലും പിടിച്ച് കരഞ്ഞു കൊണ്ടുവന്നത് അയാളെ തകരാറാക്കൂ. ആവാൻ സാധ്യതയുണ്ട്. നിനക്ക് എങ്ങനെ അറിയാം? ആ തെറികൾക്കിടയിൽ നല്ലൊരു പദം ഉപയോഗിക്കുന്നത് ഞാൻ കേട്ടു. എന്താ അത്? അവന്റെ അമ്മയുടെ ഇൻസ്പെക്ഷൻ. എന്താണ് പറഞ്ഞേ? സാർ അതല്ല, സാർ അതല്ല. ഇന്ന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വേറെ ദിവസം ഇൻസ്പെക്ഷൻ. വേണ്ട വേണ്ട, ആ പണി ഇന്ന് തന്നെ തീർത്ത് കളയാം. ഇലക്ട്രിക്കൽ സർക്യൂട്ടിന്റെ ഡയഗ്രാം അവിടെ ഉണ്ട്. അവിടെ സാർ അവിടെ ഉണ്ട് സാർ. ഇയാളോ? ഇയാളെന്താ ഇവിടെ? ഇയാളെ എനിക്കറിയില്ല. നിനക്കറിയാവടാ? അത് ഇയാളെ എവിടെയോ കണ്ടിട്ടുണ്ട്. സാർ ഇൻസ്പെക്ഷൻ വരുമ്പോ ആവശ്യമില്ലാത്തവർ ഇവിടെ നിൽക്കാൻ പാടില്ല എന്ന് അറിഞ്ഞൂടെ? വഴിപോക്കർ എന്തിനാ ഇവിടെ നിൽക്കുന്നത്? പ്ലീസ്, പൊതുവഴി അതാണ്, പൊതുവഴി അതാണ്. അതിലേ വെക്കുള്ളൂ, അതിലേ വെക്കുള്ളൂ. സാർ വലത്തുകാല് വെച്ച്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സാർ വലത്തുകാല് വെച്ച്. ISI മാർക്ക് എവിടെ? സൂക്ഷിച്ചു നോക്ക് സാറേ, അപ്പൊ കാണും. സാർ ഇത് ഡൽഹിയിൽ നിന്ന് കൊണ്ടുവന്ന ബെസ്റ്റ് സ്വിച്ചസ് ആണ് സാർ. ISI മാർക്ക് നിർബന്ധമാണ്. മോന്തയ്ക്ക് ഒന്ന് കൊടുത്തിട്ട് കണ്ണാടി എടുത്ത് കാണിച്ചു കൊടുക്കടാ, അപ്പൊ കാണും മാർക്ക്. ആ, അതൊക്കെ പോട്ടെ. കേബിൾസ് ഒക്കെ ഏതാ? ആർമിയുടെ? അതെ സാർ. ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്യും? നീ മിണ്ടരുത്. ലൈറ്റിനും മെഷീനും ഒക്കെ ഒരേ കണക്ഷനാണ്. അത് പാടില്ലെന്ന് അറിഞ്ഞുകൂടെ? ഇതേ സമ്മതിക്കില്ല. സമ്മതിച്ചില്ലെങ്കിൽ താൻ ഇവിടുന്ന് പോവില്ല. ഇയാളാരാ സാർ? ഒരു വഴിപോക്കാണ്. അല്ല, ഞാൻ അവന്റെ ചേട്ടൻ. അതെന്റെ കുറ്റമല്ല സാർ. സോറി, ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല. ഇയാളുടെ കാര്യത്തിലോ വയറിങ്ങിന്റെ കാര്യത്തിലോ? രണ്ടിലും. സാർ ഉടനെ ഇതൊക്കെ ചേഞ്ച് ചെയ്യണം. സാർ അത് ഞാൻ പ്ലീസ് ഒന്ന് പറയട്ടെ സാർ. അതായത് മര്യാദക്ക് പരിശോധിച്ച് ഒപ്പിടുന്നതാണ് നല്ലത്. ചുമ്മാ എന്തെങ്കിലും കുറ്റം കണ്ടുപിടിച്ച് തടസ്സം ഉണ്ടാക്കുക. ഇവരുടെ സ്ഥിരം വഴി മാറണോ? ഇല്ലെങ്കിൽ നീ എന്നെ സസ്പെൻഡ് ചെയ്യടാ. ഒപ്പിടുற പട്ടി. ഒപ്പിടുற പട്ടി തെണ്ടി നായിന്റെ. സൂപ്പർ സൂപ്പർ സൂപ്പർ. അയ്യോ, നിങ്ങക്ക് തരുന്നില്ല. ഞാൻ ഇവന്റെ അടുത്ത് ചോദിക്കട്ടെ, എങ്ങനെയുണ്ടായിരുന്നു ഈ സീനിൽ അഭിനയിച്ച എക്സ്പീരിയൻസ്? റോൾ എന്തായിരുന്നു ശരിക്കും? ഫയൽ എടുത്തു കൊടുക്കുന്ന ആള്. എങ്ങനെയുണ്ടായിരുന്നു ചേച്ചി ഈ സീൻ? അയ്യോ, ഇന്നസെന്റ് അങ്കിളുടെ, ഞാൻ അല്ലെങ്കിൽ ഇന്നസെന്റ് അങ്കിളുടെ ആ ഒരു റോള്. തേജസ്, നീ ഭയങ്കര വയലന്റ് ആയിട്ടാണ് ഇപ്പൊ അഭിനയിച്ചത്. ഇത്രയും ദേഷ്യം എവിടെ നിന്നാണ് നിനക്ക്? തേജസേ, നീ അവസാനം എന്താ പറഞ്ഞ ആ ഡയലോഗ്? അങ്ങനെ പറയാൻ പാടുണ്ടോ? അങ്ങനെ പറയാം. ചീത്ത വാക്ക് പറയാൻ പാടില്ല. സോറി പറ. സോറി പറ. അല്ല, സോറി സോറി പറ. സോറി പറ. സോറി 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 സോറി. മക്കളെ, ബൈ. സ്വർഗായികേ ഇതിലേ ഇതിലേ സ്വപ്നലോലുപേ ഇതിലേ ഇതിലേ. മമ്മൂട്ടി, മോഹൻലാൽ, ജഗദീഷ്, ഭീമൻ രഘു, അച്യുതാനന്ദൻ, ജയൻ. ഈസ്റ്റേൺ കട്ടുറുമ്പ് കുരുത്തക്കേട് അൺലിമിറ്റഡ് പവർഡ് ബൈ സുമിക്സ് കിഡ്സ് വെയർ, കോ പവർഡ് ബൈ ഫ്രൂട്ടോമാൻസില് നെക്സ്റ്റ് വരാൻ പോകുന്നത് ഒരു വളരെ വിശിഷ്ടമായ ഒരു വ്യക്തിയാണ്. നമ്മുടെ ഫേവറേറ്റ് ചാറ്റ് ഷോ. അങ്ങനെയൊന്നും വിളിച്ച് അദ്ദേഹം വരില്ല. ബിക്കോസ് അദ്ദേഹം പണ്ടത്തെ ഒരാളാണ്. 1980, 60കളിൽ ഇദ്ദേഹം വളരെ സ്ട്രോങ് ആയിട്ടിരുന്ന ഒരാളാണ്. എന്റെ ജനനത്തിന്റെ മുമ്പ് നമുക്കൊക്കെ നമ്മളെല്ലാം സീനിയർ ആണ്. അപ്പൊ നമ്മൾ ബഹുമാനിക്കണം. അപ്പൊ നമുക്ക് എഴുന്നേറ്റ് നിന്ന് അദ്ദേഹത്തിന് ഇൻവൈറ്റ് ചെയ്യാം. ലെറ്റ്സ് ഇൻവൈറ്റ് ക്രിസ്റ്റോ ബിജു. മച്ചാനെ തപ്പടിക്കട തകിലടിക്കട നീ അടി റസാത്തി ആസപ്പെട്ടൊരു യോഗമെത്തിയടേ.
ഫ്ലോയില്. ഓ സത്യൻ മാഷേ എന്താ നമസ്കാരം. എങ്ങനെയുണ്ട് സത്യൻ മാഷേ? എനിക്ക് അസുഖമൊന്നുമില്ല അങ്ങനോട് ചോദിക്കാം. അതിന് അസുഖം ഉണ്ടാവണോ? ചുമ്മാ ഈ ആവശ്യമില്ലാതെ Sorry, sorry. ഇരിക്കൂ സർ. ഇത് ഇത് ആരുടെ ഷൂസ് ഇത്? ഇത്രയും വലിയ ഷൂ? സത്യം പറ, ഇവിടെയല്ലേ നിന്റെ വിരൽ അവസാനിക്കുന്നത്? അല്ല ഇവിടെ. ഓ ആരെന്ന് കൂടെ വന്നിരിക്കുന്നത്? സത്യമാഷിന്റെ പപ്പ. പപ്പാ, മിസ്റ്റർ ബിജു. യെസ്. വെറും ബിജു അല്ല, നെടുവര. ബിജു നെടുവര. ബിജു നെടുവര. അപ്പൊ നമസ്തേ പപ്പ. നമസ്കാരം. അദ്ദേഹം ഇരിക്കുന്ന നോക്ക് ബീൻ ബാഗില്. ഇനി എഴുന്നേക്കാൻ പറ്റുമോ ഡൗട്ട് ഉണ്ട്. ഇരുന്നു പോയി. പപ്പേനെ ഇങ്ങോട്ട് വിളിച്ചിട്ട് നമുക്ക് പപ്പയും മോനും വെച്ച് നമുക്ക് ചാറ്റ് ചെയ്യാം. ഡെഫിനറ്റ്ലി. ബിജു സർ അവിടെ ഇവിടെ നിന്ന് എഴുന്നേക്കണമല്ലോ. അതോ ഞങ്ങൾ അങ്ങോട്ട് വരേണ്ടി വരുമോ ഇനി? എന്തായാലും നമ്മളുടെ മോൻ എന്തായാലും സത്യൻ മാഷ നന്നായി ചെയ്യുന്നുണ്ട്. ഇത് എൻ്റെ ഒരു റിക്വസ്റ്റ് ആണ്. അച്ഛനും മോനും ഒരേ സമയത്ത് ഒരേ സീന് നമുക്ക് ചെയ്ത് ഒന്ന് കാണിച്ചു കാണിച്ചു തരണം. തീർച്ചയായിട്ടും. ഇവൻ ഇങ്ങനെ ട്രെയിൻ ചെയ്തെടുത്ത ആരാണ്? ഞാൻ പ്രോഗ്രാമിന് പോകുന്നൊരു ആർട്ടിസ്റ്റാണ്, മിമിക്രി ആർട്ടിസ്റ്റാണ്. അപ്പം ഞാൻ പ്രോഗ്രാമിന് പോയിട്ട് വരുമ്പോൾ സാധാരണ ഇവൻ കുഞ്ഞായിരിക്കുമ്പോൾ 2 വയസ്സ് 3 വയസ്സൊക്കെ ഉള്ളപ്പം പ്രോഗ്രാമിന് പോയിട്ട് വരുമ്പം എൻ്റെ ബാഗ് എടുത്തിട്ട് അതിനകത്തുള്ള കോസ്റ്റ്യൂംസ് മുഴുവൻ എടുത്ത് ഇവൻ ഇതെല്ലാം ഇട്ടിട്ട് എൻ്റെ 1-2 പ്രോഗ്രാമുകളുണ്ട്, അതനുസരിച്ച് ചെയ്യും. അപ്പം ഞാനൊരു ദിവസം എന്ത് ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവന് എല്ലാ കോസ്റ്റ്യൂമും വിഗ് ഉൾപ്പെടെയുള്ള സർവ്വ സാധനവും മേടിച്ചു കൊടുത്തു. എല്ലാം എടുത്തു കൊടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ ചെയ്യുന്നതിനേക്കാൾ ഭംഗിയായിട്ട് അവൻ ചെയ്തിട്ടുണ്ട്. കൂട്ടുകാർ പറഞ്ഞു അവനെ കൊണ്ട് ചെയ്യിക്ക്, കുടുംബം രക്ഷപ്പെട്ടു പോകണമെന്നുണ്ട്. അവൻ ചെയ്യും, നന്നായിട്ട് ചെയ്യും, വൃത്തിയായിട്ട് അവനാ ചെയ്യുന്നത്. ഓക്കേ പേർലി, നമുക്ക് അത് ചെയ്യാം. ലെറ്റ്സ് നോട്ട് വേസ്റ്റ് ടൈം. ലെറ്റ്സ് മേക്ക് 2 സത്യൻ മാഷ്. ചെറിയ സത്യൻ മാഷ് ആൻഡ് ബിഗ് സത്യൻ മാഷ്. യെസ്. സോ ആദ്യമായിട്ടാണ് മിസ്റ്റർ ബിജു നെടുവര ആൻഡ് ക്രിസ്റ്റോ നെടുവര ഇവർ രണ്ടുപേരും ഒരുമിച്ച് പെർഫോം ചെയ്യാൻ പോവാണ്. ആർട്ടി സിമ്പിൾ. സ്വർഗായികേ ഇതിലേ ഇതിലേ സ്വപ്നലോലുപേ ഇതിലേ ഇതിലേ ഹൃദയമണിയറയിൽ നിന്നെൻ കൽപ്പന മധുരഭാഷിണിയായി മന്ത്രിക്കുന്നു. സ്വർഗായികേ ഇതിലേ ഇതിലേ സ്വപ്നലോലുപേ ഇതിലേ ഇതിലേ ഹൃദയമണിയറയിൽ നിന്നെൻ കൽപ്പന മധുരഭാഷിണിയായി മന്ത്രിക്കുന്നു. സ്വർഗായികേ ഇതിലേ ഇതിലേ. ഞാൻ എന്താ കണ്ടറിയോ, അച്ഛന്റെ ഒരു മുഖത്ത് ആ ഒരു പ്രൈഡ് ഇൻ ഹിം. ഈ മുഖം പോലെ ഞാൻ വെക്കുന്നേ. മോന് നന്നായി ചെയ്യുന്നുണ്ട്. താങ്ക് യു. എനിക്ക് തോന്നുന്നു ശ്വേത ചേച്ചി, ചില കുട്ടികൾക്ക് ബോൺ വിത്ത് ഭയങ്കര ടാലന്റഡ് ആണ്. ശരിക്കും ഐ തിങ്ക് ദൈവം അനുഗ്രഹിച്ച് തന്ന ഒരു ഭയങ്കര കഴിവാട്ടോ ഇങ്ങനെ ചെയ്യാൻ പറ്റുക, എനാക്ട് ചെയ്യാൻ പറ്റുക. ബിക്കോസ് ഇവൻ വന്ന അന്ന് തൊട്ട് എപ്പോഴും സ്റ്റേജ് പ്രസൻസ് ഭയങ്കരമായിട്ടുള്ള ഒരാളാണ് ക്രിസ്റ്റോ. അതായത് സ്കിറ്റിലാണെങ്കിലും സ്കിറ്റ് കഴിഞ്ഞിട്ടാണെങ്കിലും സ്റ്റേജിൽ എങ്ങനെ നിൽക്കണം. ഹീസ് എ പെർഫോമർ, ഹീസ് എൻ എന്റർടൈനർ. സോ ഹാറ്റ്സ് ഓഫ് ടു യു. ഇന്നെ വലിയ ഉയരത്തിൽ നീ എത്തുമ്പോ ഞങ്ങളെ മറക്കരുത്. സിനിമ നടി പേര് ഞാൻ മറക്കുമെന്ന്. അല്ല ബിജു സർ, അല്ല ബിജു സർ, ഇതെല്ലാം ഇങ്ങനെ ഐ എം ഷുവർ ഇവന് കുറെ സ്റ്റേജസ് ഇങ്ങനെ പെർഫോം ചെയ്യുമ്പോൾ ഇതെല്ലാം കുറെ ആൾക്കാർ ഇങ്ങനെ അഭിനന്ദിക്കുന്നുണ്ടാവും. കുറെ ആൾ തീർച്ചയായിട്ടും. എന്താണ് ബിജു സാറിന്റെ ഒരു സത്യത്തിൽ ഞാൻ ദൈവത്തിന് നന്ദി പറയാണ്. ഇത് കാണുമ്പോൾ ദൈവത്തിന് നന്ദി പറയാണ്. ഞാൻ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ നന്നായിട്ട് അവന് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് സന്തോഷമാണ്. സത്യമായിട്ട് ഇമോഷണലാകും. അല്ല എന്തെങ്കിലും ഒരു മിമിക്രി ചെയ്യാൻ പറ്റുമോ? ഒരു മിനിറ്റ്. ഇപ്പൊ എന്തിനാണ് ഇങ്ങനെ ഇപ്പൊ നമ്മള് ജോളി ആയിട്ടിരിക്കുന്ന ഒരു സമയമാണ്. കുഞ്ഞുങ്ങളുമായിട്ടുള്ളൊരു ബന്ധം എന്ന് പറയുന്നത് വേറൊരു ബന്ധമാണ്. അപ്പം നമ്മൾ ആ കാര്യം പറയുമ്പോൾ നമ്മൾ ഇമോഷണൽ ആകും. അതല്ലാതെ നമ്മൾ ജോളിയായിട്ട് ചെയ്യുമ്പോൾ അങ്ങനെ തന്നെ ചെയ്യും. അപ്പം ഭയങ്കര പ്രൗഡാണ്. ഓ തീർച്ചയായിട്ടും അഭിമാനമാണ്. കാരണം ഇപ്പോ കട്ടുറുമ്പിന്റെ അച്ഛനാണ് എന്നെ എല്ലാരും വിളിക്കുന്നത്.
ട്രൂപ്പ് ചെല്ലുമ്പോൾ വലിയ കെട്ടുറുമ്പ് വരുന്നതാണ്. നിങ്ങളുടെ ട്രൂപ്പിന്റെ പേരെന്താണ്? ഞങ്ങളുടെ മിമിക്സ് മീഡിയ, കൊച്ചിൻ മിമിക്സ് മീഡിയ. കൊച്ചിൻ മിമിക്സ് മീഡിയക്ക് എല്ലാവിധ ഒരു സക്സസ് ഞാൻ നേരുന്നു. കൊച്ചിൻ മിമിക്സ് മീഡിയയിൽ നിന്ന് ധാരാളം സിനിമാ താരങ്ങളെ നമുക്ക് ഗിഫ്റ്റ് ചെയ്ത ഒരു ട്രൂപ്പാണ്. ആൻഡ് ആരൊക്കെയാണ്? പിഷാരടി, Yes. അതുപോലെ തന്നെ പാഷാൺ ഷാജി, Yes. അതുപോലെ ജയസൂര്യ, Yes. അവരെല്ലാം നെൽസൺ, അതുപോലുള്ളവരെല്ലാം ആ ട്രൂപ്പിൽ കളിച്ചിട്ട് പോയതാണ്. ഇവൻ ചെരുവിൽ ജയസൂര്യ, ഇപ്പതാ ബിജു നെടുവര. അതെ. ഇനി വരാൻ പോകുന്നു നമ്മുടെ ഓൾറെഡി വന്നു കഴിഞ്ഞു, നമ്മുടെ ക്രിസ്റ്റോ വന്നു കഴിഞ്ഞു. ഞങ്ങളുടെ കൂടെ ഇടയ്ക്ക് ഗസ്റ്റ് ആയിട്ട് പ്രോഗ്രാമിന് വരാറുണ്ട്. എടാ സ്റ്റേജിൽ നിൽക്കുമ്പോ പേടിയാവില്ല നിനക്ക്? എവിടുന്ന് ആൾക്കാർ കുറെ ആൾക്കാരെ കാണുമ്പോ അയ്യോ, എനിക്ക് അല്ല ക്രിസ്റ്റോ, നിനക്ക് ടെൻഷനുണ്ടോ? ഇതെല്ലാം പെർഫോം ചെയ്യുമ്പോ പഠിത്തത്തിലും അത്ര തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാറുണ്ടോ? ക്ലാസ്സിൽ ഈ കഴിഞ്ഞ ടൈം വരെ ഫസ്റ്റ് ആയിരുന്നു. പിന്നെ സ്കൂളിൽ പോവാനേ പറ്റിയിട്ടില്ല. അതില് ദുഃഖമുണ്ടോ ഉണ്ണി? എവിടുന്ന് എവിടുന്ന്? പക്ഷെ ഇനി ക്ലാസ്സിൽ പോണം കേട്ടോ. പോണം ആ, പോണം 14-ാം തീയതി തൊട്ട്. 14-ാം തീയതി തൊട്ട് പോവും അവൻ എന്നാണ് അവന്റെ ഒരു വിശ്വാസം അല്ലേ? പിന്നെ അമ്മേനെ എന്താ കൊണ്ടുവരാത്തെ? ഞങ്ങൾക്കൊരു കുഞ്ഞു ഭാവയുണ്ട്. അത് പ്രീമച്ചുർ ആയിരുന്നു. അപ്പം ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഇപ്പോൾ വരാൻ വളരെ ബുദ്ധിമുട്ടാണ്. എങ്കിൽ പോലും കഴിഞ്ഞ പ്രാവശ്യം വന്നിരുന്നത്, കാരണം എനിക്ക് പ്രോഗ്രാമിന് പോകേണ്ടത് കൊണ്ട് ഒരു ദിവസം വന്ന് നിന്നിട്ടാണ് പോയത്. ഓക്കെ, അതുകൊണ്ടാണ് വന്നത്. അപ്പൊ അമ്മയ്ക്കും വാവയ്ക്കും ഞങ്ങളുടെ ലോഡ് ഓഫ് ലവ്. ഹായ് ഉമ്മ. ഞങ്ങൾ റിയലി മിസ്സിങ് അല്ലേ? വാവിനെ നീ നോക്കോ? സ്കൂളിൽ പോകുന്ന സമയത്ത് നോക്കാൻ പറ്റില്ല. അല്ലാത്തപ്പോ നീയാണോ വാവയ്ക്ക് പാല് കൊടുക്കണേ, ചോറ് കൊടുക്കണൊക്കെ നീയാണോ? പാലും ചോറൊന്നും ഞാൻ കൊടുക്കരുത്, തന്നെ വരി തിന്നോളൂ. ഏത് കുഞ്ഞു വാവയാ? എത്ര വയസ്സായി വാവയ്ക്ക്? 3 വയസ്സായി. 3 വയസ്സ്. തന്നെ വരി തിന്നത്തില്ല. സോറി, ഞാൻ വാവെന്ന് വെച്ചപ്പോ ഞാൻ വെച്ചു കുഞ്ഞു എന്നൊന്ന് വെറുതെ വിടറേ. ശരി, ഇപ്പൊ അച്ഛനും മോനുമായിട്ടുള്ള ഒരു പെർഫോമൻസ് ഞങ്ങൾ കണ്ടു. ഇനി കാണാനുള്ളത് ക്രിസ്റ്റോയുടെ മാത്രം ഒരു സോളോ പെർഫോമൻസ്. എന്താ പ്ലാൻ ഇന്ന്? ക്രിസ്റ്റോ വളരെ വ്യത്യസ്തമായിട്ട് ചെയ്യുന്നൊരു സംഗതി എന്ന് പറയുന്നത് സിനിമാ താരങ്ങളുടെ മാനർസം വളരെ പെട്ടെന്ന് കണ്ടുപിടിച്ച് ചെയ്യുന്ന ഒരാളാണ്. ഇപ്പം ക്രിസ്റ്റോ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമുക്കറിയാം, ഒരു മേളം കേട്ടാൽ തുള്ളാത്തവരായിട്ട് ആരുമില്ല. അപ്പോൾ രാഷ്ട്രീയ നേതാക്കളും സിനിമാ താരങ്ങളും അവർ ഒരു ശിങ്കാരി മേളത്തിനൊപ്പം ഡാൻസ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയിരിക്കും? ഇതെന്താ ഒരു ഐഡിയ കിട്ടുന്ന കണ്ടു നോക്കാം. Yes. Come on, ready, music.
എനിക്ക് നിന്നെയാണ് ഏറ്റവും ഇഷ്ടമായത്. എന്നെ അടിച്ചു ഇരിപ്പുണ്ട് ഇപ്പൊ. സോറി, ഞാനൊരു കാര്യം പറഞ്ഞ നോ പറയരുത്. ചോദിക്കാൻ പാടില്ലാത്ത ചോദ്യമാണ്. കുടിയനായിട്ട് അഭിനയിക്കാൻ അറിയോ? അറിയോ? ചുമ്മാ സത്യം അറിയോ? ചെയ്യും. അതെങ്ങനെയാ പിള്ളേർക്ക് അറിയുന്നതാണ്? സിനിമയ്ക്കകത്തൊക്കെ നിങ്ങൾ ട്രൂപ്പ് കഴിഞ്ഞിട്ട് എന്താണ് എവിടെ പോയത്? പ്രോഗ്രാം കഴിഞ്ഞിട്ട് നേരെ വീട്ടിൽ നേരെ വീട്ടിൽ വരും. അല്ല ഒരു സ്കിറ്റ് ഒക്കെ കളിക്കും. അതിന്റെ അകത്ത് ഇങ്ങനെ ഒരു സീനുണ്ട്. ഒരു സീനൊക്കെ ആ സീൻ ഇപ്പം ഒന്ന് കാണിച്ചു തരാൻ പറ്റുമോ? എനിക്ക് ഡയലോഗ്. ഇപ്പൊ ഞാനാണ് നിന്റെ ഭാര്യ എന്ന് വിചാരിക്കാം. ഞാൻ ഇവിടെ ഇരിക്കാൻ. അപ്പൊ ഞാൻ എന്തോ നീ കുടിയനായിട്ട് വരണം. എങ്ങനെ ഇവിടെ പറഞ്ഞതാ ഞാൻ ചെയ്തത്. ഓണം വന്നു, ക്രിസ്മസ് വന്നു, റിപ്പബ്ലിക് വന്നു, പിന്നെ ഫ്ലവേഴ്സ് ടിവിയില് കട്ടുറുമ്പ് വന്നു. അമ്മച്ചി പറഞ്ഞു തീർന്നില്ല, അതിന് മുമ്പ് കടിച്ചു. എന്നെ കടിയാണോ? എന്നെ വന്നിട്ടുണ്ട്. ഭക്ഷണം എടുത്തു വെച്ചിട്ടുണ്ട്, അത് കഴിക്കോ? എന്നാ ചോറ് ചോറ് കളഞ്ഞോ നിങ്ങള്? കളഞ്ഞു. നിങ്ങൾ ഇത്രയും നല്ല കുടിയനാണ് ഞാൻ അറിഞ്ഞില്ല. ഒരാട്ടം പോലല്ലോ. എങ്ങനെ ഉണ്ടായിരുന്നു എന്റെ കുടിയനായിട്ടുള്ള അഭിനയം? ഇതൊന്നും ഞാൻ അമ്പരിച്ചിരിക്കുകയാണ്. ലൈക്ക് ഐ എം ടോട്ടലി ഷോക്ക്ഡ്. ഭയങ്കര കഴിവ്, ഭയങ്കര ദൈവത്തിന്റെ അനുഗ്രഹം. യോ ക്രിസ്റ്റോന്റെ വയസ്സ് എത്രയാ? 7 years. 7ഓ? 7 വയസ്സിൽ 70 വയസ്സിന്റെ എക്സ്പീരിയൻസ് ഉണ്ട് മോനുക്ക്. ഇതാണ് 7. ഇത് 5 അല്ലടാ. കണ്ടോ അവൻ he's trying to bring in humor in everything. കോമഡി ഭയങ്കര ഇഷ്ടാണോ? എല്ലാം കോമഡി ക്യാരക്ടേഴ്സ് എല്ലാരും എന്താ പറയാ കോപ്പി ചെയ്യോ ക്രിസ്റ്റോ? ക്രിസ്റ്റോ ചെറുപ്പം മുതലേ, അതായത് നമ്മൾ ചെറുപ്പത്തിലാവൻ ചെയ്തതെന്നു ചോദിച്ചാൽ നമ്മൾ പെട്ടെന്ന് പറയാം മമ്മൂട്ടി, മോഹൻലാൽ ഇങ്ങനെ മാറ്റി പറയുമ്പോൾ 3 വയസ്സുള്ള സമയത്ത് 3 വയസ്സ് മുതലേ അവൻ ചാനലിലും ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് പറയുമ്പോൾ അതനുസരിച്ച് ചെയ്തുകൊണ്ടിരിക്കും. മമ്മൂട്ടി, മോഹൻലാൽ, ജഗദീഷ്, ഭീമൻ രഘു, അച്യുതാനന്ദൻ, ജയൻ, ഇങ്ങനെ നമ്മൾ ആരെ പറഞ്ഞാലും. Oh my god, you're a legend. Thank you. Okay. My god, what was that? ഒരു പോസ് ബട്ടൺ. ലാസ്റ്റ് കാണിച്ചത് പൊളിച്ചുല്ലേ? അതാണ് ബെസ്റ്റ് ഉണ്ടായത്. ഇതെങ്ങനെയാ നീ ഓർത്ത് വെക്കുന്നത്? അച്ഛൻ സംസാരിക്കുന്ന ഭാഷ പഠിച്ചു, മലയാളം. അച്ഛന്റെ മുഖഭാവങ്ങൾ പഠിച്ചു, അച്ഛന്റെ ജോലിയും പഠിച്ചു. സ്റ്റേജ് പ്രോഗ്രാമുകളിൽ പങ്കെടുക്കാൻ വരാറുണ്ട്. അപ്പൊ അതിനു മുമ്പ് ഞങ്ങൾ വീട്ടിൽ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യും. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച് ക്രിസ്റ്റോ. ഇനി ഞാൻ നിർത്തി, ഇനി ബാക്കി അപ്പൊ എന്താ ചെയ്യാനുള്ളത്? അപ്പൊ കുറെ സംഭവം ചെയ്യാമെന്ന് എന്നോട് റൂമിൽ വെച്ച് പറഞ്ഞായിരുന്നു. ഞാൻ റൂമിൽ വെച്ച് എന്ത് പറഞ്ഞു? അപ്പൊ അതിൽ പറഞ്ഞു ഇന്നസെന്റിന്റെ ഒക്കെ ശബ്ദം ചെയ്യാമെന്ന്. അപ്പൊ എന്നോട് ചോദിച്ചു എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഒരു സ്റ്റാറിന്റെ ശബ്ദം ചെയ്യാം. എങ്കിൽ ഞാനൊരു കാര്യം ചെയ്യട്ടെ. ഈസ്റ്റേൺ കട്ടുറുമ്പ് കുരുത്തക്കേട് അൺലിമിറ്റഡ് പവർഡ് ബൈ സുമിക്സ് കിഡ്സ് വെയർ കോ പവർഡ് ബൈ ഫ്രൂട്ടോമാൻസിൽ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. വിത്ത് ഇന്നസെന്റ് സാറിന്റെ ശബ്ദം എടുക്കാൻ പോവുകയാണ് ക്രിസ്റ്റോയുടെ ഫാദർ മിസ്റ്റർ ബിജു നെടുവര. ഞാൻ ഓർത്ത് നിർത്താൻ പോവായിരിക്കും. നിർത്താൻ പോവാണ്, പക്ഷെ വൈൻഡ് അപ്പിൽ ഇതാണ് പെർഫോമൻസ്. തുടങ്ങിക്കോളൂ. യെസ്. എന്റെ ഈശ്വര, എന്റെ കർത്താവേ, ഹാവ് പരിമലപ്പള്ളിയിൽ പെരുന്നാളും കല്യാണം ദേ ഇങ്ങനെ 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 കൂട്ടിക്കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ലെന്ന്. എനിക്കത് കഴിയില്ലെന്ന്, ഞാൻ അങ്ങനെ ശീലിച്ചിട്ടില്ലെന്ന്. അയ്യേ ഡാ. ഞാൻ സാധാരണയായിട്ട് ഞാൻ ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ അനുകരിക്കാറുള്ളത് നമ്മളെ കഥാപ്രസംഗ ലോകത്തെ, ഹാസ്യ കഥാപ്രസംഗ ലോകത്തെ വി ഡി രാജപ്പൻ സാറിൻ്റെയാണ്. അദ്ദേഹത്തിൻ്റെ ശബ്ദം ഒന്ന് അനുകരിക്കാം. പ്രിയ കലാസഹികളെ, ഇത് ഞാനാ നിങ്ങളുടെ വി ഡി രാജപ്പൻ. ദൂരെ മാറി നിൽക്കുന്ന പെടയോട് പൂവൻ പോയി ചോദിച്ചു, പെട നിനക്ക് എന്നാ പറ്റി? അതിന്റെ മറുപടി ആയിട്ട് അവള് തിരിഞ്ഞൊരു ഒറ്റ ഓട്ടോ വരുന്നു. എന്നിട്ട് അവള് പറയുവാ, എന്റെ അടിവയറ്റിലൊരു ഉരുണ്ട് കയറ്റം പൂവേട്ട, എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരു മലം മറിച്ചില് പൂവേട്ട, വളിച്ച കഞ്ഞി കുടിച്ചോ, പെണ്ണെ പുളിച്ച മോര് കുടിച്ചോ, മനസ്സറിയാതെ മനം മറിയുന്ന ഗുളിക വല്ലത് കഴിച്ചോ, എന്റെ ദൈവമേ ഉയ്യോ. ഭയങ്കര എൻകറേജ്മെന്റ് ആണ്. റിയലി ഗുഡ്. കട്ടുറുമ്പിലെ കൊച്ചുകുട്ടികൾക്ക് വേണ്ടി ഒരു കൊച്ചു മിമിക്രി. അതായത് നമ്മൾ നേരെ വെളുത്ത് എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ പക്ഷികളെല്ലാം കൂടെ
അത് ഒന്നിച്ച് പക്ഷികളെല്ലാം കൂടെ ചിലയ്ക്കുന്ന ഒരു ശബ്ദമാണ്. So superb. Thank you. Superb. Thank you so much. Thank you so much, Christo. താങ്ക് യു. നിങ്ങൾ രണ്ടുപേരും ബ്യൂട്ടിഫുൾ എന്റർടൈനേഴ്സ് ആണ്. താങ്ക് യു സോ മച്ച്. ഞങ്ങളാണ് ഹാപ്പി ദാറ്റ് നിങ്ങൾ പെർഫോം ചെയ്തത്. സോ വൺസ് അഗൈൻ ഇറ്റ്സ് ഗുഡ് നൈറ്റ് ആൻഡ് ഗുഡ് ബൈ ഫ്രം കട്ടുറുമ്പ്.